ടേസ്റ്റ് ആൻഡ് മെമ്മറീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റാഗിപ്പൊടി വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഈ ചൂടുള്ള സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കിന്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ റാഗിപ്പൊടി ഒരു ബൗളിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് ഒട്ടും തന്നെ കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ആദ്യമേ തന്നെ ഒരുപാട് വെള്ളം ചേർത്ത് കൊടുത്താൽ പിന്നെ കട്ടയെല്ലാം ഉടഞ്ഞു കിട്ടാനായിട്ട് പാടായിരിക്കും. അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒട്ടും തന്നെ കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. അതിലോട്ട് 250 ml കപ്പിൽ മെഷർ ചെയ്തിട്ട് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഉപ്പാണ്. 1/4 ടീസ്പൂണിന്റെ പകുതി ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി വെള്ളം ഒന്ന് ചൂടായി തുടങ്ങുന്ന സമയത്ത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച റാഗിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഈ റാഗിപ്പൊടി വെള്ളത്തിന്റെ അടിയിലോട്ട് താന്നു പോയിട്ടുണ്ടെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. റാഗിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുകയാണ്. ഇനി ഈ റാഗിപ്പൊടി മീഡിയം ഫ്ലെയിമിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് നമുക്കൊന്ന് കുറുകി കിട്ടണം. അതുവരെ വേണം ഇളക്കി കൊടുക്കാനായിട്ട്. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇപ്പോൾ റാഗി ഉള്ളത്. ഇനി സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ചൂടാറാനായിട്ട് മാറ്റിവെക്കുകയാണ്. റാഗി ചൂടാറി വന്നപ്പോൾ ഇതുപോലെ തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ചെറിയ ജാറാണ് ഞാൻ എടുത്തത്. അതിലോട്ട് ഒരു ചെറിയ പീസ് ഇഞ്ചി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി വേണ്ടത് ചെറിയുള്ളിയാണ്. ഒരു ചെറിയുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു കാന്താരി മുളകും ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിലുള്ളത് വലിയ മുളകാണെങ്കിൽ അതിന്റെ ചെറിയൊരു പീസ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. 2 3 കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് തൈരാണ്. ഞാനിവിടെ ഒരു 1/4 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. 4 ടേബിൾ സ്പൂൺ തൈര് അത് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിലുള്ളത് നല്ല പുളിയുള്ള തൈരാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ ഒക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും. അത് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചൂടെ എടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ തൈര് അടിച്ചെടുത്ത അതേ ജാറുണ്ടല്ലോ അത് തന്നെ എടുത്തിട്ടുണ്ട്. അത് കഴുകിയിട്ടൊന്നുമില്ല. ചൂടാറി വന്ന റാഗി ഈ ജാറിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മളിപ്പോൾ അരിച്ചെടുത്ത് വെച്ച തൈരുണ്ടല്ലോ അതും ഈ റാഗിയുടെ കൂടെ തന്നെ മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. റാഗിയും തൈരും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ വേറെ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. റാഗി വേവിച്ചപ്പോൾ ചേർത്ത് കൊടുത്തത് മാത്രമേ ഉള്ളൂ. ഇനി ഇതൊരു ഗ്ലാസ്സിലോട്ട് മാറ്റി കൊടുക്കുകയാണ്. ഇതുപോലെ ഒരു ഗ്ലാസ് ആണ് ഈ ഒരു അളവിന് നമുക്ക് കിട്ടുക. ഈ ചൂടത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ്. റാഗി ആയാലും വളരെ ഹെൽത്തിയാണ്. ഇതിന്റെ മുകളിലായിട്ട് 2 തണ്ട് കറിവേപ്പില രണ്ടായിട്ട് മുറിച്ച് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ചൂടുകാലത്ത് ഇതുപോലെ ഒരു ഡ്രിങ്ക് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.